പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് പറയാൻ പോണത്. ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അത് തോലൊക്കെ കളഞ്ഞ് നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു 3-4 വിസിൽ വരുത്തണം. ഇത് ഞാൻ കോട്ടയം സൈഡ് പോയപ്പോൾ കഴിച്ചതാണ്. കഴിച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസിപ്പിയൊക്കെ അവിടുന്ന് പറഞ്ഞു തന്നു. അപ്പോൾ അത് പ്രകാരം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ 1-2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓണത്തിന് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറേശ്ശെ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. മധുരം കമ്മി മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, മധുരത്തിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ചാൽ മതി. അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നാളികേരം വറുത്തെടുക്കാം. ഇതൊരു വലിയ നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരണം. എണ്ണ ഒഴിച്ചിട്ടും വറുക്കാം, പക്ഷേ ഞാൻ എണ്ണ ചേർത്തിട്ടില്ല. വിസിൽ എടുത്തിട്ടുണ്ട്, വെള്ളം വറ്റാണ്ട് കുറച്ചും കൂടി. അപ്പോൾ ഞാൻ ആ വെള്ളം തന്നെയാണ് ശർക്കര പാനിയാക്കണതിലേക്ക് ഒഴിക്കുന്നത്. ഒരു 4 ശർക്കര എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഇതെല്ലാം ഒന്നിലേക്ക് തന്നെ ആക്കണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അത് ഒഴിച്ചത്. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലോണം ഡ്രൈ ആവണം. നല്ലോണം വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലാവുമ്പോൾ വല്ലാണ്ട് അരഞ്ഞു പോവും. അപ്പോൾ അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം ഉടച്ചെടുത്ത ശേഷം ഈ ശർക്കര പാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും പൈനാപ്പിളും ശർക്കര പാവും കൂടി നല്ലോണം മിക്സ് ആക്കണം. എന്നിട്ട് അതും ഒന്ന് മുക്കാലും വറ്റി വരണം. ചെറുതായി അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് തെറിക്കും. ഇളക്കുമ്പോഴൊക്കെ നമ്മൾ ലോ ബർണറിൽ ഇട്ടിട്ട് വേണം, ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ തെറിക്കും നല്ലോണം. ഒരുവിധം വറ്റി വന്നാൽ നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തിട്ട് അധിക നേരം ചൂടാക്കണമെന്നില്ല, നാളികേരം വറുത്തതാണല്ലോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ മുന്തിരി വേവാൻ പാടില്ല. സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. നാളികേരം വറുത്തെടുക്കുന്നതാണ് കുറച്ച് സമയം എടുക്കുള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ലോങ് വീഡിയോ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം വേണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്ത് ചേർക്കണം. കടുക്, ചുവന്ന മുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് വറുത്തിട്ടാൽ കറി റെഡിയായി. സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.